നമസ്കാരം, SLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. പ്രധാനമായിട്ടും ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ടിലാണ് ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഗ്രാഫിലൊക്കെ പ്രോബ്ലം ആണ്, പക്ഷെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് അതും നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ വേവ് ഈസ് ഗിവൺ. ഇവിടെ ഒരു വേവിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ചൂസ് ദ വൺ ദാറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ വേവ് ലെന്ത്. ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങോട്ടെ. ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് എന്നാണ്, വേവ് ലെന്തിനെ കാണിക്കുന്നില്ലാത്ത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് വേവ് ലെന്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന ഒരു വേവ് ആണ് ഇല്ലേ, അതിന്റെ ലെങ്തിനെയാണ് നമ്മൾ വേവ് ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. എ തൊട്ട് ഇ വരെ എന്ന് പറയുമ്പോൾ എന്താണ്? അത് വേവ് ലെങ്ത് ആണ്, നമുക്കറിയാം അല്ലേ. അപ്പൊ അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെന്താണ്? ബി തൊട്ട് ഇ വരെ. ബി തൊട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ ഒരു മിഡ് പോയിന്റിൽ നിന്ന് ഈ വരെ നോക്കി, ഇവിടം തൊട്ട് ഇവിടം വരെ എങ്ങനെയാണ്? ഒരു വേവ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? അത് വേവ് ലെങ്ത് അല്ല ഇല്ലേ, അത് വേവ് ലെങ്ത് അല്ല. ഇത് വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് വേവ് ലെങ്ത് അല്ല. ഇനി സി തൊട്ട് ജി വരെ നോക്കുക. സി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജി വരെ ഇവിടം വരെ, അതപ്പോൾ എന്താണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എന്ന് പറയുമ്പോൾ എന്താണ്? അതും ഒരു വേവായി ഇല്ല. അപ്പോൾ അതൊരു വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദെൻ ഡി തൊട്ട് എന്താണ്? എച്ച് വരെ അല്ലെ. ഡി തൊട്ട് എച്ച് വരെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഇല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് വരുമ്പോൾ എന്താണ്? അതും ഒരു വേവാണ് ഇല്ല, അതും ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ വേവ് ലെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ലാത്ത ഏതാണ്? ബി ആണ് കേട്ടോ. ബി ആണ് വേവ് ലെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ലാത്തത്. അപ്പൊ അത് ചെയ്യുന്നതാണോ ചെയ്യുന്നില്ലാണോ എന്നുള്ളത് നിങ്ങൾ ചാടിക്കേറി ആൻസർ എഴുതല്. ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. The time taken by the waves shown in the figure to travel from A to B is 0.3 second. എയിൽ നിന്നും ബി വരെ കേട്ടോ. എ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റ് ആണ് കേട്ടോ. എ തൊട്ട് ബി വരെ എന്ന് പറയുമ്പോൾ ഇവിടെ ആണ് കേട്ടോ. എ തൊട്ട് ബി വരെ രണ്ടിന്റെ ഇതാണ് എ, ഇത് ബി ആണ്. അപ്പം എ തൊട്ട് ബി വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0.3 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സെയിം ഫോർ ബോത്ത് വേവ്സ്. രണ്ട് വേവ്സിനും ഒരുപോലെ ഇരിക്കുന്ന ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം. ആദ്യമേ നമുക്ക് നോക്കാമല്ലോ. ഇത് രണ്ടിനും ഒരുപോലെയാണ്. അതായത് ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ, ആംപ്ലിറ്റ്യൂഡ് ഒരുപോലെയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇല്ലേ. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഏതാണ്? ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഉള്ളത് നമുക്ക് നോക്കിയാൽ മതിയല്ലോ. വേവ് ലെന്ത് കൂടെ നോക്കാം. വേവ് ലെന്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ കേസിൽ വരുമ്പോൾ വേവ് ലെന്ത് ഇവിടം വരെ വരും 4. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? വേവ് ലെന്ത് 2. അപ്പോൾ വേവ് ലെന്ത് വരികയില്ല. അപ്പോൾ എന്താണ്? ഈ ഓപ്ഷൻ എന്തായാലും വരികയില്ല. പിന്നെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വരുമെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത് നോക്കാം. അപ്പൊ നോക്കിയേ, ബിയിൽ ഫ്രീക്വൻസിയും വരുന്നുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ആണല്ലോ ഫ്രീക്വൻസി വരുന്നത്. ഇവിടെ സമയം എ തൊട്ട് ബി വരെയുള്ള സമയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 0.3 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വേവിന്റെയും കേസിൽ ഫ്രീക്വൻസി നോക്കാമല്ലോ. ഇതിന്റെ കേസിൽ ഫ്രീക്വൻസി എത്ര വരും? ഫസ്റ്റ് വേവിനെ ഞാൻ F1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് വേവ്സ് എത്രയാണ്? 1, 2, 3 ഉണ്ട് അല്ലേ. 3 ഡിവൈഡ് ബൈ നോക്കുക. സമയം 0.3 അല്ലേ പറഞ്ഞിരിക്കുന്നത്. 3/0.3 അല്ലേ. 3/0.3 എന്ന് വരുമ്പോൾ എത്രയാണ് വരുന്നത്? 10 വരും അല്ലേ. ഫ്രീക്വൻസി ഇവിടെ എത്രയാണ്? 10 വരും. ഇവിടെ 10 ഹെർട്സ് ആണ് വരുന്നത്. രണ്ടാമത്തെ കേസിലെ ഫ്രീക്വൻസിയോ F2 എന്ന് കൊടുക്കുക. ഇവിടെ എത്ര വേവ് ഉണ്ട്? 1, 2, 3, 4, 5, 6 വേവാണ് അല്ലെ. 6 വേവാണ്. ദെൻ അതിനെടുക്കുന്ന സമയവും 0.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം 6/0.3 നമ്മൾ ചെയ്യുക. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? അത് 20 വരും. 6/0.3 വരുമ്പോൾ എത്രയാണ്? 20 ഹെർട്സ് വരും. അപ്പൊ എന്താണ്? ഫ്രീക്വൻസി വരുമല്ലോ. അപ്പം ഇതും കറക്റ്റ് ഓപ്ഷൻ അല്ല. ഇനി ഏതാണ്? സ്പീഡും ആംപ്ലിറ്റ്യൂഡും നോക്കാം. സ്പീഡ് രണ്ടിന്റെ കേസിൽ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം ഇല്ലേ. ആദ്യത്തെ കേസിൽ സ്പീഡിനെ നമുക്ക് V കൊടുക്കാം. V = F ലാംഡ എന്ന് കൊടുക്കാം അല്ലേ. നമുക്ക് ഫ്രീക്വൻസി നമ്മളിവിടെ ഓൾറെഡി കിട്ടി. അപ്പൊ ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് വെച്ചാണെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ലാംഡ നമുക്കറിയാം. ഫസ്റ്റ് കേസിൽ ഏതാണ്? ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് 4 വരും. അപ്പൊ എത്രയാണ്? 40 വരും. മനസ്സിലായല്ലോ. സെക്കൻഡ് കേസിൽ V2 എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയാണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിവിടെ 20 കിട്ടി.
ദെൻ ലാംഡ എത്രയാണ്? വേവ് ലെങ്ത് 2 വരും. അതെത്രയാണ് വരുന്നത്? 40 വരും ഇല്ലേ? അപ്പൊ രണ്ടിന്റെ കേസിൽ സ്പീഡ് ഒരുപോലെയായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ സ്പീഡിന്റെ ഇക്വേഷൻ v is equal to d by t ഉണ്ടല്ലോ, അതിട്ട് ചെയ്താലും മതി. d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് 12 ആണ്. 12 ബൈ സമയം 0.3 ആണ്. ഇവിടെയും 12 ബൈ 0.3 തന്നെ വരും. അപ്പൊ അതിന്റെ സ്പീഡ് എങ്ങനെയാണ്? സെയിം ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ സ്പീഡും ശരി സെയിം, രണ്ടിന്റെ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഒരു ഫാക്ടർ ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. മറ്റൊരു ഫാക്ടർ സ്പീഡ്. അപ്പൊ അതാ ഈ ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത കേസിൽ വരെയാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് നമ്മളിവിടെ ഓൾറെഡി കണ്ടു ഇല്ല? അതല്ലാന്ന് കണ്ടു. അപ്പം ഇത് ഓപ്ഷൻ വരികയല്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സി ആണ് കേട്ടോ കറക്റ്റ് ഓപ്ഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ. ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് എ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഗിവൺ. ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. അതായത് v is equal to എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ എന്തൊക്കെയാണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ വേവ് ലെങ്ത് നോക്കാം. വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഡ ആണല്ലേ? ലാംഡ എന്ന് പറയുമ്പോൾ ഒരു വേവ് നമുക്ക് ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ മനസ്സിലാക്കാൻ എളുപ്പം ഇതാണല്ലോ. ഇവിടം തൊട്ടതാ ഇവിടം വരെ നോക്കാം. ഇവിടം തൊട്ടതാ ഇവിടാണ്. ഇവിടം വരെ വരുമ്പോൾ എന്താണ്? ഒരു വേവായി. അപ്പൊ അതിന്റെ ലെങ്ത് നോക്കിച്ചാൽ പോരെ? എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാല്യൂ നമുക്ക് അവിടെ കിട്ടും. അതായത് ഇവിടം വരെയുള്ള വാല്യൂ. ഇപ്പം എക്സ് ആക്സിലെ ടൈം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റൂല കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേവ് ലെങ്ത് ഇവിടുന്ന് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ എത്ര വരും? ഇതിവിടെ 5 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ എത്ര വരും? 5 - 1 എന്ന് പറയുമ്പോൾ 4 വരും. വേവ് ലെങ്ത് എത്രയാണ്? 4 മീറ്റർ എന്ന് വന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? എക്സ് ആക്സിൽ ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമുക്ക് വേവ് ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടിയത്. ഓക്കെ ആണല്ലോ? ഇനി ഫ്രീക്വൻസിയും പീരീഡും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം? v is equal to f ലാംഡ വെച്ച് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാമല്ലേ ഡയറക്റ്റ് ആയിട്ട്? കാരണം ഇവിടെ v തന്നിട്ടുണ്ട്, ലാംഡയും നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ്? f is equal to v by ലാംഡ വെച്ച് കണ്ടുപിടിക്കാം ഇല്ലേ? അപ്പൊ എത്ര വരും ആൻസർ? f is equal to v എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ ലാംഡ എത്രയാണ്? നമുക്ക് ഇവിടെ കിട്ടി. ലാംഡ 4 ആണ്. അപ്പം 3/4 എന്ന് വരും അല്ലേ? 3/4. അപ്പൊ എത്ര വന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 ഹെർട്സ് എന്ന് വരും കേട്ടോ. ഫ്രീക്വൻസി നമുക്ക് എത്ര കിട്ടി? 0.75 ഹെർട്സ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റേ? ടൈം പീരീഡ് അല്ലെ? ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എങ്ങനെയാണ്? ടി ആണ്. ടി ഈസ് ഈക്വൽ ടു 1/f ആണല്ലോ അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.75. എത്രയാണ് വരുന്നത് ആൻസർ? 1.33 എന്ന് വരും കേട്ടോ. പീരീഡ് എത്രയാണ്? 1.33 സെക്കൻഡ് എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സ് ആക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ആണെങ്കിലുള്ള നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷേ വേവ് ലെങ്ത് എപ്പോഴും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് ആക്സിൽ എന്താണ്? ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിച്ചോളുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ഗ്രാഫാണ് തന്നിരിക്കുന്നത്. എവിടെ എന്താണ്? എ വേവ് ടേക്സ് 3 സെക്കൻഡ് ടു ട്രാവൽ 1200 മീറ്റർ. അതായത് 1200 മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഏതാണ് 3 സെക്കൻഡ് എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വേവ് കേട്ടോ. ഒരു വേവ് 3 സെക്കൻഡ് കൊണ്ട് 1200 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇതാണ് ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ? ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കാണുമ്പോൾ അറിയാം. കാരണം എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 0.5 മീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. വേവ് ലെങ്ത് നമുക്ക് ഇവിടുന്ന് എഴുതാമല്ലോ ഇല്ലേ? എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പം വേവ് ലെങ്ത് ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അതെത്രയാണ്? 4 ആണ്. അപ്പം വേവ് ലെങ്ത് നമുക്കറിയാം 4 മീറ്റർ. മനസ്സിലായല്ലോ? ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്താണ്? ഇനി എന്താണ്? ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം v is equal to f ലാംഡ വെച്ചിട്ട് f is equal to v by ലാംഡ ഇത് വെച്ച് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അല്ലാതെ നമുക്ക് സമയത്തിന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഇവിടെ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ്? v കണ്ടുപിടിക്കണം. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 സെക്കൻഡ് കൊണ്ട് 1200 മീറ്റർ ട്രാവൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞ? അപ്പൊ നമുക്ക് v കണ്ടുപിടിക്കാമല്ലോ. v is equal to d/t വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ d എന്ന് പറഞ്ഞിരിക്കുന്ന 1200 ആണ്. ദെൻ t എത്രയാണ്? 3 ആണ് വന്നിരിക്കുന്നത്. ക്യാൻസൽ ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്?
400 ഇല്ലേ, 400 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ വേവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു വി എത്രയാണ്, 400 എന്ന് വന്നുല്ലേ, 400 ആണ്. ലാംഡ നമുക്കറിയാം 4 ആണ്. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്, 100 ഇല്ലേ, 100 ഹെർട്സ് എന്ന് വന്നു. ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് 100 ഹെർട്സ് ആണ്. കിട്ടിയല്ലോ. ഇനി എന്താണ് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ വേവ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? ഒരു ഓസിലേഷൻ കേട്ടോ, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ എന്താ പറയുന്നത്, പീരീഡ് എന്നല്ലേ പറയുന്നത്. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിന് പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പൊ പീരീഡ് അല്ലേ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? കണ്ടോ, പീരീഡ് എന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല അല്ലേ, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം അത് പീരീഡ് ആണെന്നുള്ളത്. പീരീഡ് കണ്ടുപിടിക്കാമല്ലോ. എഫ് നമുക്ക് അവിടെ കിട്ടി 1/f അല്ലേ. 1/f എന്ന് പറയുമ്പോൾ എത്രയാണ്, 1/100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 സെക്കൻഡ്. അപ്പൊ 0.01 സെക്കൻഡ് ആണ് ഒരു വേവ് കേട്ടോ, ഒരു വേവ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ടൈം പീരീഡ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഓഫ് ദി മോഷൻ ഓഫ് എ വേവ്. രണ്ട് വേവിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദ ഡിസ്റ്റൻസ് ഫ്രം O to A, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും ഒരുപോലെയാണ്. അതിനെടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 0.3 സെക്കൻഡ് കേട്ടോ. അതായത് O തൊട്ട് A വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 0.3 സെക്കൻഡ് ആണ്. എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോളുക. എന്താണ്, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ്. വേവിന്റെ സ്പീഡാണ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇവിടം വരെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്, 120 മീറ്റർ ആണ്. അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 0.3 സെക്കൻഡും ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. വി എങ്ങനെയാണ്, വി ഈസ് ഈക്വൽ ടു d/t അല്ലേ, അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. എത്രയാണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 120 ഡിവൈഡ് ബൈ 0.3 എത്രയാണ് വരുന്നത് സ്പീഡ്? വി ഈസ് ഈക്വൽ ടു 400 കേട്ടോ, 400 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം എ പാർട്ട് നമുക്ക് അവിടെ കിട്ടി. അടുത്തതാണ് ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ് കേട്ടോ. ഓരോ വേവിന്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമുക്ക് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ വെച്ചിട്ട് നമുക്ക് വേവ് ലെന്ത് വിത്തിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെടുക്കുന്ന സമയം 0.3 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഇത് വെച്ചും കണ്ടുപിടിക്കാം. അപ്പൊ F1 വെച്ച് ചെയ്യുവാണെങ്കിൽ F1 ഈസ് ഈക്വൽ ടു N/T ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ചെയ്യാം. കാരണം ഇവിടെ വരെയുള്ള സമയം ഓൾറെഡി തന്നിട്ടുണ്ട്, 0.3 ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഓസിലേഷൻ ഇവിടെ എത്ര വരും, 1, 2, 3 അല്ലേ. അപ്പൊ 3/0.3 എന്ന് വരും. എത്രയാണ് വരുന്നത്, 10 വരും കേട്ടോ. F1 എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ഹെർട്സ്. ആദ്യത്തേന് എത്രയാണ്, 10 ഹെർട്സ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തേന്റെ F2 ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. N/T വെച്ച് തന്നെ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാന്ന് നോക്കും, 1, 2, 3, 4, 5, 6 ഉണ്ട്. അപ്പം 6 ഡിവൈഡ് ബൈ സെയിം സമയം തന്നെയാണല്ലോ വരുന്നത്. അത് എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഹെർട്സ് എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടിന്റെയും ഫ്രീക്വൻസി കിട്ടി. ഒന്നുകിൽ ഈ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എന്താണ് എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ വെച്ചിട്ടും ചെയ്യാം. വി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 400 ആണ്. അങ്ങനെയും ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ. അതാ നോക്കാം, 400 ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വേവ് ലെന്ത് എത്രയാണ്, 40 ഇല്ലേ. ക്യാൻസൽ ചെയ്യുമല്ലോ. ഇത് എത്ര വന്നു, 40 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, 10 വന്നു. മനസ്സിലായല്ലേ? സെയിം അല്ലേ കിട്ടിയത്. രണ്ടാമത്തെ കേസിലും ഇതുപോലെ തന്നെ ചെയ്യാം. വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 400 ആണ് ഇവിടെ വരുന്നത്. വേവ് ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 ആണ്. കിട്ടിയില്ലേ? എത്ര വന്നു, 20 എന്ന് വന്നു അല്ലേ. സെയിം ആൻസർ തന്നെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. സമയം തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് എടുത്തത്. 0.3 സെക്കൻഡ് ആണ് ഇവിടെ സമയം തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി സി പാർട്ട് എന്താണ്, വിച്ച് വേവ് ഹാസ് മോർ വേവ് ലെന്ത്. ഏതിനാണ് മോർ വേവ് ലെന്ത്? വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേവ് ലെന്ത് കാണുമ്പോൾ അറിയാലോ, λ1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 40 ഇല്ലേ. 40 മീറ്റർ ആണ് λ1. λ2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, അവിടെ ഇല്ല, എത്രയാണ്, 20 ആണ് അല്ലേ. 20 മീറ്റർ ആണ്. ഏതിനാണ് കൂടുതൽ ഫ്രീക്വൻസി, ഏതിനാണ് കൂടുതൽ വേവ് ലെന്ത് ഉള്ളത്, ഫിഗർ 1 അല്ലേ. ഫിഗർ 1-നാണ് മോർ എന്നാണ് വേവ് ലെന്ത്. വേവ് ലെന്ത് കൂടുതലുള്ള ആർക്കാണ്, ഫിഗർ 1-നാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ട് ദ ഗ്രാഫ് ബിലോ ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ DC. DC ഉണ്ടല്ലോ, DCക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രാഫ്. ആദ്യത്തെ ഏതാണ്, ആദ്യത്തെ AC ആണ് നമുക്ക് കാണുമ്പോൾ അറിയാം. രണ്ടാമത്തെ DC ആണ്. ഇത് ഏതാണ്,
DC ഫ്രം ജനറേറ്റർ ആണ് കേട്ടോ, ജനറേറ്ററിൽ നിന്നുള്ള DC ആണ്. ദെൻ മൂന്നാമത്തേതാണ്, ഇതും DC ആണല്ലോ, ഇതേതാണ് DC ഫ്രം ബാറ്ററി. ഇതും DC തന്നെയല്ലേ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തെന്നുള്ളൂ. അപ്പം ഇതും DC ആണ്. അപ്പം 2ഉം 3ഉം 4ഉം ഏതാണ്, DC ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്, എക്സ് ആക്സിൽ ടൈം ആണ് കേട്ടോ, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. കാരണം ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പം ഏതായിരിക്കും ഇവിടെ വരുന്നത്? വേവ് ലെങ്ത് വരുമോ വേവ് ലെങ്ത്? ഇല്ല. കാരണം എന്താണ്, ഇവിടെ എക്സ് ആക്സിൽ എന്താണ്, ടൈം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ വേവ് ലെങ്ത് അല്ല കേട്ടോ. ഇവിടെ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡിനെയാണ് കേട്ടോ. ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡിനെയാണ്. നിങ്ങൾ ലെങ്ത് എന്ന് കാണുമ്പോഴേ വേവ് ലെങ്ത് ആണെന്ന് വിചാരിച്ച് ഡയറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയേക്കല്. കാരണം എന്താണ്, ഇവിടെ എക്സ് ആക്സിൽ ടൈം ആണ് കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ടല്ലോ അല്ലേ, 10 സെന്റിമീറ്റർ ആണ്. മനസ്സിലാക്കുക കേട്ടോ, ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, 10 സെന്റിമീറ്റർ. ഇനി വാട്ട് ഈസ് ദ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എക്സ് ആക്സിസിൽ എന്താണ്, ടൈം അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം F ഈസ് ഈക്വൽ ടു N/T വെച്ച് കണ്ടുപിടിക്കാം ഇല്ലേ. അപ്പം N എത്രയാണ്, നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാണ്, ഇവിടെ വരെ 1 2 അല്ലേ, നമ്പർ ഓഫ് ഓസിലേഷൻ 2 ആണ്. സമയം ഇവിടെ 8 ആണ് കൊടുത്തിരിക്കുന്നത്. 2/8 1/4 അല്ലേ. അപ്പം എത്ര വരും, 0.25 ഹെർട്സ് എന്ന് വരും. ഫ്രീക്വൻസി എത്രയാണ്, 0.25 ഹെർട്സ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത എന്താണ്, സി പാർട്ട്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ വേവ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent peaks ഈസ് 16 മീറ്റർ. വേവിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അവിടെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അഡ്ജസെന്റ് പീക്ക് അല്ലെ, അടുത്തടുത്ത പീക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണ്, 16 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അഡ്ജസെന്റ് പീക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്, വേവ് ലെങ്ത്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് ആയിട്ട്, അഡ്ജസെന്റ് പീക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പം അത് വേവ് ലെങ്ത് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം കേട്ടോ. അപ്പം എന്താണ്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, 16 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ചെയ്യാലോ, V ഈസ് ഈക്വൽ ടു എന്താണ്, എഫ് ലാംഡ വെച്ചിട്ട് ചെയ്യാം. ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി കിട്ടി, 0.25 ആണ്. ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് 16 ആണ്. എത്രയാണ് V വരുന്ന ആൻസർ, V ഈസ് ഈക്വൽ ടു എത്രയാണ്, 4 അല്ലേ, 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ക്ലിയർ ആയല്ലേ പറഞ്ഞത്. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ടാണ് വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കല്, ഐഡന്റിഫൈ ചെയ്ത് അപ്പോൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേവ് ലെങ്ത് എന്താന്ന്, അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമുള്ള ആ തന്നിരിക്കുന്ന വേവ് ലെങ്ത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ച് തന്നെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേവ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എക്സ് ആക്സിൽ ടൈം ആണ് കേട്ടോ. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എക്സ് ആക്സിൽ ടൈം ആണോ ഡിസ്റ്റൻസ് ആണോ എന്ന് ശ്രദ്ധിച്ചോണം. ഒബ്സർവ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഗിവൺ വേവ് ആൻഡ് ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് പീരീഡ്. കണ്ടുപിടിക്കാലോ. ആംപ്ലിറ്റ്യൂഡ് കാരണം വൈ ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എത്രയാണ് ആംപ്ലിറ്റ്യൂഡ്, 0.05 മീറ്റർ ആണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രീക്വൻസി ഇല്ലേ. ഫ്രീക്വൻസി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. എക്സ് ആക്സിൽ ടൈം അല്ല തന്നിരിക്കുന്നത്. അപ്പൊ ഫ്രീക്വൻസി നമുക്ക് N/T വെച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ ഇല്ലേ. N എത്രയുണ്ട്, നമ്പർ ഓഫ് ഓസിലേഷൻ 1 2 3 ഇല്ലേ, 3 ഉണ്ട്. സമയം ഇവിടെ എത്രയാണ്, 12 കേട്ടോ. എക്സ് ആക്സിൽ ടൈം ആയതുകൊണ്ടാണ് നമ്മളിവിടെ സമയം ഇവിടെ എടുത്തത്. 3/12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. 1/4 എന്ന് വെച്ചാൽ എത്രയാണ്, 0.25 അല്ലേ, 0.25 ഹെർട്സ് എന്ന് വരും കേട്ടോ. ഫ്രീക്വൻസി എത്രയാണ്, 0.25 ഹെർട്സ്. ഇനി എന്താണ് പീരീഡ് കണ്ടുപിടിക്കാൻ, T ഈസ് ഈക്വൽ ടു 1/F അല്ലേ. ചെയ്യാലോ, 1/0.25 എത്രയാണ് വരുന്നത്, 4 അല്ലേ, 4 സെക്കൻഡ്. ടൈം പീരീഡ് 4 സെക്കൻഡ്. ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെയും പറയുന്നതിന്റെ കാര്യം, അത് ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കിക്കണം എക്സ് ആക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ടൈം ആണോ ഡിസ്റ്റൻസ് ആണോ. ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവത്തിൽ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The graph given below represents a transverse wave during a time interval of 0.5 second. ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇവിടെ എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്, അതിന്റെ ടൈം ഇന്റർവെൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 0.5 സെക്കൻഡ് എന്ന് ടൈം ഇന്റർവെൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ പോയിന്റ്സ് ദാറ്റ് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ഓഫ് ബി. ബി ഉണ്ടല്ലോ, ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇവിടം തൊട്ട് ഇതാ ഇവിടം വരെയാണ് ഒരു വേവ് വരുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ അത് മിഡ് പോയിന്റ് ആണ് അല്ലേ. അപ്പൊ ഇതൊരു വേവാണ്, ഇതൊരു വേവാണ്, ഇതൊരു വേവാണ്. അപ്പൊ അടുത്ത വേവിന്റെ മിഡ് പോയിന്റ് ഏത് വരും? ദാ ഇത് വരും അല്ലേ, എഫ്. അതുപോലെ അടുത്ത പോയിന്റ് ഇതാണ്, അതിന്റെ മിഡ് പോയിന്റ് ഇത് വരും. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ബിയുടെ വൈബ്രേഷൻ വരുന്നത് ഏതൊക്കെയാണ്? എഫും അതുപോലെ തന്നെ ജെയും അല്ലേ, എഫ് ആൻഡ് ജെ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് ദ വേവ്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, എന്താണ്, സ്പീഡും കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. എത്രയാണ് ആംപ്ലിറ്റ്യൂഡ്? +2 ആണ് കേട്ടോ, 2 മീറ്റർ. ഇനി എന്താണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നോക്കുക, ഇവിടെ ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 0.5 സെക്കൻഡ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സമയം എന്ന് വെച്ചാൽ 0.5 സെക്കൻഡ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് F = N/T എന്ന് ചെയ്യാം കേട്ടോ, കേട്ടല്ലോ. അപ്പം ഇത് എത്ര വരും? നമ്പർ ഓഫ് വൈബ്രേഷൻ 3 ആണ്, സമയം 0.5 ആണ്. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 6 ഹെർട്സ് എന്ന് വരും കേട്ടോ. ഫ്രീക്വൻസി F = 6 ഹെർട്സ് എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. പിൻ കേസ് ഇവിടെ 0.5 തന്നിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെ ചെയ്യും? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? V = F ലാംഡ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ B കണ്ടുപിടിക്കണം. B എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. V = F ലാംഡ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചും ചെയ്യാം. അത് നമുക്ക് പക്ഷെ നമ്മൾ V കണ്ടുപിടിക്കണം. V = എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ഉണ്ടല്ലോ. ഡിസ്റ്റൻസ് ഇവിടെ 6 ആണ് കേട്ടോ. 6 ഡിവൈഡ് ബൈ സമയം 0.5 ആണ് വരുന്നത്. അപ്പം 6 ഡിവൈഡ് ബൈ 0.5 ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. സ്പീഡ് നമുക്ക് ഇവിടെ 12 മീറ്റർ/സെക്കൻഡ് സ്പീഡ് എന്ന് കിട്ടും. ദെൻ നമുക്ക് F = ഇങ്ങനെയാണ് V/λ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യാം. B എന്ന് പറഞ്ഞാൽ 12 കിട്ടി, ലാംഡ അവിടെ എത്രയാണ്? 2 വരും അല്ലേ. അപ്പൊ 6 എന്ന് തന്നെ ആൻസർ വരും, സെയിം ആൻസർ തന്നെ വരും. നെക്സ്റ്റ് ഇനി എന്താണ് ചോദിച്ചിരുന്നത്? സ്പീഡ് കണ്ടുപിടിക്കാൻ. B കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. V = F ലാംഡ ഉപയോഗിച്ച് ചെയ്യാമല്ലോ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു F നമുക്കറിയാം, ഫ്രീക്വൻസി 6 കിട്ടി, ലാംഡ നമുക്ക് ഇവിടെ എത്രയാണ്? ലാംഡ 2 ആണ് അല്ലേ, വേവ് ലെങ്ത് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 12 മീറ്റർ/സെക്കൻഡ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. V = 12 മീറ്റർ/സെക്കൻഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ടൈം ആണോ നോക്കുക. അപ്പം ഇവിടെ എക്സ് ആക്സിൽ ടൈം ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ലാംഡ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂല. അതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ്, ഗ്രാഫായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. പലതരത്തിലുള്ള ചെയ്തു കേട്ടോ. ടൈം വരുന്നതും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് വരുന്നതൊക്കെ ചെയ്തു. അപ്പൊ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് 10 എണ്ണം നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടുന്നുണ്ടെന്ന് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് 10 എണ്ണം നിങ്ങൾ പഠിച്ചോളുക. ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്, 100% ഉറപ്പാണ്. ഇതിന്റെ വാല്യൂസ് ഒക്കെ മാറ്റി ചോദിക്കത്തേ ഉള്ളൂ കേട്ടോ. വാല്യൂസിന് വ്യത്യാസം വരാം, പക്ഷേ ഈ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത്. പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും നല്ല മാർക്ക് വാങ്ങി ജയിക്കണം. അപ്പം നല്ലപോലെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്